ദിസ് ടൈം വിൻഡോസ് ക്യാൻ ചേഞ്ച് യുവർ എൻ്റയർ ട്രേഡിംഗ് ജേർണി. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളിപ്പം ട്രേഡിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി ഒരു എൻട്രി മോഡൽ, ഈ എൻട്രി മോഡൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പല സമയം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ ചില സമയത്ത് ഇമോഷണൽ ട്രേഡ് കാരണവും ചില സമയത്ത് സ്ട്രാറ്റജി ഫെയിൽ ആകുന്നത് കാരണം നമ്മൾ വീണ്ടും ബ്രേക്ക് ഇവനിലേക്കോ ലോസിലോട്ടോ വന്നിട്ടുണ്ടാവാം. ഈ ഒരു നെവർ എൻഡിങ് സൈക്കിളിൽ നിന്ന് പുറത്ത് വരാൻ ഒരു മാർഗ്ഗമുണ്ട്. അതാണ് സമയം. സമയത്തിന് എങ്ങനെയാണ് എഫക്റ്റീവ്ലി ട്രേഡിങ്ങിന് യൂസ് ചെയ്യുക. ICT പല ടൈം വിൻഡോസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഏത് പർട്ടിക്കുലർ ടൈം വിൻഡോയിലാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ സ്ട്രാറ്റജി ഹിസ്റ്റോറിക്കലി വന്നിട്ടുള്ളത് നോക്കുക. ഏതെങ്കിലും ഒരു 1 ഹവറിൻ്റെ ഉള്ളിലോ ഏതെങ്കിലും ഒരു 2 ഹവർ വിൻഡോൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ എൻട്രി മോഡൽ ഫോം ആയിട്ടുണ്ടാവുക. ആ എൻട്രി മോഡൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയമൊക്കെ ആ വിൻഡോൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കണം. വേറെ സമയത്ത് നിങ്ങളുടെ എൻട്രി മോഡൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ബെനിഫിറ്റ് ഒരുപാടുണ്ട്. ഒന്ന്, ഓവർ ട്രേഡിങ് നിൽക്കും. 2, റിവെഞ്ച് ട്രേഡ് നിൽക്കും. കാരണം നമ്മളൊരു സമയത്തിൻ്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മോഡൽ ഫോം ആയാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർ ട്രേഡിങ് ഓൾറെഡി നിന്ന്. രണ്ടാമത്തത്, ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ എൻട്രി മോഡൽ വന്നു 1-2 തവണ ലോസ് കുടുങ്ങിയെന്ന് കരുതുക. പക്ഷേ മൂന്നാമത് ഈ ഒരു സെയിം പാറ്റേൺ ഫോം ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി മോഡൽ ഫോം ചെയ്യുമ്പം നമുക്ക് എൻട്രി എടുക്കാൻ കഴിയില്ല. കാരണം നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്തിനുള്ളിൽ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് വരും. ട്രേഡിങ്ങിൽ നല്ല ബെനിഫിറ്റും വന്നു തുടങ്ങും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി ഏത് ടൈം വിൻഡോയിലാണ് ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തുക.